എഎംഎമ്മയിലെ അടി മുഴുവൻ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് നടൻ ജയറാമിനെ കുറിച്ച് ഉഷാ ഹസീന പറയുന്നത്. ജയറാമിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്നുള്ളതായിരുന്നു ഉഷാ ഹസീന പറഞ്ഞിട്ടുള്ള കാര്യം. ഇത് തെളിയിക്കുന്ന തരത്തിൽ പലതരത്തിലായിട്ടുള്ള, അതായത് നുണകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാവുന്നതാണ്. ഇതിനു മുമ്പ് മറ്റൊരു വിഷയം ഉണ്ടായപ്പോൾ സാർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് നടൻ ജയറാം ഇങ്ങനെ നുണ പറയുന്നത്? അല്ല, വേറെ ഒന്നുമില്ല. അവര് ജയറാം നുണ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജയറാം വളരെ സത്യസന്ധനായ നല്ലവനായിട്ടുള്ള ഒരു മനുഷ്യൻ. വിനയം കൂടുതലല്ലേ? വിനയം കുറച്ച് കുറവാണ്. വേണമെങ്കിൽ പുള്ളിക്ക് ഇനിയും കൂട്ടാം. കാരണം ഞാൻ പുള്ളി ഇതിന്റെ ഈ താങ്കൾ ചോദിച്ച ഉഷാ ഹസീന എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ള ഒരു കാര്യം താങ്കളോട് പറയാം. ഹസീബ് ഹനീഫ് എന്ന് പറയുന്ന ഉഷാ ഹസീനയുടെ ബ്രദറാണ്. ഈ സഹോദരൻ കുറച്ച് സിനിമകൾ എടുത്തു. ആ സിനിമകൾ തന്നെ ഒരിക്കലും മലയാള സിനിമയോട് ചെയ്യാൻ പറ്റാത്ത ദ്രോഹമാണ് ആ എടുത്ത സിനിമകളൊക്കെ. അതിലൊന്ന് മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ്. അതാണ് പുള്ളി ആദ്യം എടുത്ത പടം. പിന്നെ കുട്ടനാടൻ മാർപ്പാപ്പ, പിന്നെ ഉട്ടോപ്പിയിലെ രാജകുമാരൻ രാജാവുന്ന എന്തൊക്കെ പറഞ്ഞൊരു സിനിമയൊക്കെ ഉണ്ട് മമ്മൂട്ടിയുടെ. പുള്ളി തന്നെ ഒരു ഉട്ടോപ്പിയൻ സ്വർഗത്തിലായിരുന്നു എന്നാണ് പാവം പിടിച്ച മനുഷ്യനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ സിനിമയൊക്കെ എടുത്ത് വിജയിക്കോ എന്നുള്ള ഒരു വിചാരത്തിലായിരുന്നു. ഗോഡ്സ് ഓൺ കൺട്രി, പാതിരാമണൽ, അങ്ങനെ ഏതോ സിനിമയൊക്കെ എടുത്തിരുന്നു. അപ്പൊ അതിനുശേഷം പുള്ളി എടുത്തൊരു സിനിമ എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടത് കുട്ടനാടൻ മാർപ്പാപ്പയാണ്. കാരണം അത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള അതിഥി രവിയൊക്കെ അഭിനയിച്ചതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ അത് മാത്രമല്ല, അതിൽ ചില നഗ്നമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മുടെ സൗബിൻ ഷാഹിറൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. സൗബിൻ ഷാഹിർ പറയുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടായില്ല. അതില് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപ കൊടുത്ത ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് മേടിക്കുകയാണ്. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് മറ്റേ കുഞ്ചാക്കോ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ കുഞ്ചാക്കോവൻ പറയുന്നത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുഞ്ചാക്കോയുടെ വീട്ടിലാണ്. അപ്പൊ ചോദിക്കുന്നത് ലവർ ആയിരിക്കുമല്ലോ എന്ന് ചോദിക്കുന്നത്. അതാണ്. അപ്പൊ അടുത്ത ഡയലോഗ് സൗബിൻ ഷാഹിർ പറഞ്ഞു, അല്ലെങ്കിൽ സ്വന്തം പെങ്ങൾക്ക് വേണ്ടി ഇത്ര വലിയ ഇതാവുകയും ചെയ്യില്ല. മനസ്സിലായേ? അപ്പൊ അതുപോലെയുള്ള ഡയലോഗുകളൊക്കെ വരുന്നുണ്ട്. കൂടാതെ അതിഥി രവി ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ മറ്റേ അതിഥി രവി വന്നിട്ട് ഇവരെ പറ്റിച്ച് കാശ് കൊണ്ടുപോയതിനു ശേഷം വേറെ കല്യാണം കഴിച്ചതിന് ശേഷം വന്നിട്ട് ഇവന് ഉപദേശിക്കുമ്പോ നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നുണ്ട്, ഉപദേശവും വേണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അവിടെ ടിക് ഇട്ടാ മതി നിങ്ങൾ ഇട്ടു. അപ്പൊ ഉപദേശവും രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട, പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവരെ പറ്റിച്ചുകൊണ്ട് ആ പണം മുഴുവൻ തിരികെ മേടിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. അപ്പൊ അതില് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതില് ഈ ഇവിടെ കല്യാണം കഴിക്കുന്ന ഒരു പയ്യനായിട്ട് വരുന്നത് നമ്മുടെ രമേശ് പിഷാരടിയാണ്. പിഷു ശരിക്കും പറഞ്ഞാൽ അതിൽ നന്നായി അഭിനയിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ല, പിഷു യഥാർത്ഥത്തിൽ ജീവിക്കായിരുന്നു എന്ന് എനിക്ക് പിന്നീട് നമ്മുടെ ഈ ചെറിയൊരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വന്നപ്പോൾ ചെറിയൊരു ചിരി കൊണ്ട് തന്നെ എനിക്കത് ബോധ്യപ്പെട്ടു. അപ്പൊ അത്തരത്തിലുള്ള സിനിമയാണ്. ആ സിനിമ മാത്രമാണ് പുള്ളിയുടെ കുറച്ചെങ്കിലും കുഴപ്പമില്ലാത്തത്. മറ്റേ സിനിമയ്ക്ക് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എടുത്തു എന്നുള്ളതാണ് ശരിക്കും ചോദിക്കേണ്ടത്. മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയും. ആ സിനിമ പൊട്ടി തകർന്ന് തരിപ്പണോട്ടേക്കാണ്. അതിൽ ജയറാമൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ജയറാമും മറ്റേ ഉണ്ടപ്പക്രു ആരണ്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമ ഇതിന്റെ പുള്ളിക്ക് ഇതിനു മുമ്പ് പുള്ളി വേറെ ഏതോ ഒരു ആദ്യത്തെ സിനിമ എടുത്തിട്ടുണ്ട്. അതെന്തോ മറ്റേ ഹൊറർ സിനിമ പോലെയുള്ള സിനിമ. തെറ്റിപ്പോരുത് പറയുമ്പോ, കാരണം അത് യഥാർത്ഥ ഇത് തോന്നും. അപ്പൊ ആട് പുലിയാട്ടോ എന്താ പറഞ്ഞ സിനിമ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ എന്തിനു വേണ്ടി എടുത്തു എന്ന് നമുക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് പുള്ളി ലാസ്റ്റ് എടുത്ത പാവം പിടിച്ച മനുഷ്യൻ ലാസ്റ്റ് എടുത്ത സിനിമയാണ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അത് പൊട്ടിത്തകർന്ന് നിൽക്കുമ്പോഴാണ് പുള്ളി എടുത്ത അടുത്ത ഒരു ആവശ്യം ജയറാം അവതരിപ്പിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാപ്പി സർദാർ എടുക്കുന്നതാണ്. ശരിക്കും അതിന് പേരിടേണ്ടത് ഹാപ്പി സർദാർ എന്നല്ല, വെരി സാഡ് സർദാർ എന്നാണ്. മറ്റേ ശ്വേത പറയുന്ന പോലെ വെരി സാഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാശമാണ് ആ സർദാർ. ആ സിനിമ ഞാൻ കണ്ടതാണ് കേട്ടാ. എന്ന് പറഞ്ഞാൽ ഒരു എന്തിനു വേണ്ടി എടുക്കുന്നു എന്നൊന്നും നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാത്തൊരു, എന്നാൽ മോശം എന്നൊന്നും, എന്നാൽ വളരെ വൃത്തിയായിട്ടൊന്നും പറയാനില്ല. പക്ഷെ എങ്കിലും അതുപോലത്തെ ഒരു സിനിമ. ആ സിനിമ എടുത്തു പുള്ളി ഘട്ടത്തിലായി. പുള്ളിയാണെങ്കിൽ പുള്ളിനോട് ഈ ഉഷാ ഹസീന പറഞ്ഞു എടുക്കല്ലേ എന്ന് പറഞ്ഞു. ഉഷാ ഹസീനയുടെ ഭർത്താവും മറ്റേ പഞ്ചാബിലൊക്കെ പോയിട്ട് വന്നിട്ട് പറഞ്ഞു എന്തായാലും പഞ്ചാബിൽ പോയ കാശ് വേളിയ, പക്ഷെ എടുക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും പുള്ളി കേട്ടില്ല. പുള്ളിക്ക് വലുത് ജയറാമായിരുന്നു. ആരി നടന സിംഹം, മറ്റേ നടന കുലോത്തുങ്ക കുലപതിയായിട്ടുള്ള ജയറാമായിരുന്നു പുള്ളിക്ക് വലുത്. പുള്ളി ജയറാമിന് ഞാൻ വാക്ക് കൊടുത്തു. ജയറാമിന്റെ വാക്കാണ്. പുള്ളി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിട്ടാ. അത് പുള്ളി പറഞ്ഞത് പുള്ളി പാലിച്ചു. കൂടെ നിൽക്കാം എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായി. കൂടെ ഉണ്ടാകും എന്നുള്ളത് പുള്ളി പറഞ്ഞു. കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കഥയിലേക്ക് വരാം. പുള്ളി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ മറ്റേ ഹസീബ് ഏതോ കിടപ്പിലായിപ്പോയി. അപ്പൊ പുള്ളി സൈഡിൽ വന്ന് കിടക്കണായിരുന്നുണ്ട്. ഹസീബ് കാണാനിട്ടല്ലേ കിടക്കണായിരുന്നു. 2018 ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാലോ പ്രളയം വന്ന്
പിന്നെ മറ്റേ ഇത് വന്ന് ഏത് കൊറോണ കൊറോണ വന്ന് ഇതുപോലെയുള്ള എല്ലാ തലവേദനയും വന്ന് പാവം ഹസീബ് കിടപ്പിലായിപ്പോയി. കിടപ്പിലായതിനു ശേഷം പിന്നെ പുള്ളി മാന്യത കാണിച്ചു. പുള്ളി ജന്മത്തിൽ ഒരിക്കലും വിളിച്ചിട്ടില്ല. തിരിച്ച് പുള്ളി വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുത്തത് എടുത്തിട്ടില്ല. പിന്നെ പുള്ളി വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇയാൾക്ക് എന്തുപോലെ ലോട്ടറി അടിക്കുന്നോ അല്ലെങ്കിൽ ഇതെങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. എടാ ഹസീബിന് ഒരു 10 ലക്ഷം ലോട്ടറി അടിക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും പുള്ളി വിളിക്കുക. പുള്ളി വിളിച്ചിട്ട് മകളുടെ കല്യാണം വിളിച്ചു. ആര്? ജയറാമിന്റെ മകളുടെ കല്യാണം വിളിച്ചു. കല്യാണം പോലും വിളിക്കൂലട്ടാ. ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നണം 10 ലക്ഷം രൂപയെങ്കിലും ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞിട്ടായിരിക്കും കല്യാണം വിളിച്ചിട്ടുണ്ട്. അപ്പൊ കല്യാണം വിളിക്കാൻ വേണ്ടി ഹസീബ് പറഞ്ഞിട്ട് തിരിയുന്നില്ല. പാവം മനുഷ്യൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. അയാൾ ഈ ആദിയും ടെൻഷനും ഒക്കെ കൊണ്ടാണ് ശാരീരികമായ എത്ര പ്രശ്നം വന്നേക്കണ. അത് ഉഷാ ഹസീന ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തു പറ്റിയിരുന്നു? എന്തു പറ്റി? അപ്പൊ ഹസീബ് ക്ലിയർ ആകുന്നില്ല. ഒരു കാര്യം ചെയ്യും, എനിക്ക് വോയിസ് ക്ലിപ്പ് ഇടുന്നു. അപ്പൊ വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് കൂടി രണ്ടാമത് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ആ വോയിസ് ക്ലിപ്പിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണം പുള്ളി 2-3 വട്ടം ഡബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഡബ് ചെയ്തിട്ടാണ് ഇത് ഇട്ടേക്കണേന്ന് എനിക്ക് വേണം. ഈ അസിൻ തോട്ടുങ്ങൽ എന്ന് പറഞ്ഞ നടി ഉണ്ടായല്ലോ. ഈ അസിൻ തോട്ടുങ്ങലിന്റെ നടി അതുപോലെ മറ്റേ അവര് മറ്റേ ഇവരഭിനയിച്ച ഹിറ്റായിട്ടുള്ള പടം ഉണ്ടല്ലോ, അസിൻ തോട്ടുങ്ങലും മറ്റേ നമ്മുടെ അമീർ ഖാനൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയുണ്ട്, ഗജനിയോ എന്താണ് ആ ഗജനി. ആ സിനിമയില് മറ്റേ നമ്മുടെ റസൂൽ പൂക്കുട്ടി പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണെന്നറിയാമോ? കിടന്ന് കരയുന്ന സീനാണെങ്കിൽ, നിലത്ത് കിടന്ന് കരയുന്ന സീനാണെങ്കിൽ അതേപോലെ തന്നെ ആ സീൻ പുള്ളി എടുപ്പിക്കുമെന്ന് പറയണം. ആര്? നടന്മാരെയൊക്കെ കൊണ്ടിട്ട്. ഞാൻ പറഞ്ഞ ഏത് ഈ അടുത്തിടെ വിവാദം ഉണ്ടായ മിസ്റ്റർ ഓസ്കാർ പൂക്കുറ്റിയെ കുറിച്ചാണ്. അടി പൂക്കുറ്റി. അപ്പൊ ആ പൂക്കുറ്റി എന്ത് ചെയ്ത് ഇതുപോലെ എടുപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ എനിക്ക് തോന്നുന്നത് ജയറാം സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്ത് അയച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പ് ആയിരിക്കും എന്ന് വിചാരിക്കും. ആ വോയിസ് ക്ലിപ്പ് കേൾക്കേണ്ടതാണ് നിങ്ങൾ. എന്താ പറയണതെന്ന് അറിയാമോ? സത്യമായിട്ടും എന്നോട് ആരും തന്നെ പറഞ്ഞിരുന്നില്ല ഹസീബിന് ഇത് പറ്റിയെന്നുള്ളത്. ഹസീബിന് എന്തോ മദ്യപിച്ച് കിഡ്നിയിൽ എന്തോ ഒരു ചെറിയ എന്തോ എന്ന് പറഞ്ഞിട്ടുള്ള, അത് ഞാൻ പൂരിപ്പിക്കണാണ്. എന്തോ കിഡ്നിയിൽ എന്തോ കുഴിനകം ഉണ്ടെന്ന് എന്തോ നിസ്സാര കാര്യമാണ് ആളുകൾ പറഞ്ഞത്. ഒരിക്കലും അത് ICUവിലാണെന്ന് അറിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ശരിയായി എന്ന് അറിഞ്ഞു. അല്ലാതെ സത്യമായിട്ടും എനിക്ക് എന്ത് അറിയില്ലായിരുന്നു നിങ്ങൾ ഇതുപോലെയാണെന്ന്. ഒരു വാചകം കൂടി പുള്ളി കൂട്ടിച്ചേർക്കേണ്ടത്. അറിഞ്ഞിരുന്നെങ്കിൽ പുള്ളി ഞാൻ വിളിക്കൂലായിരുന്നു ഇപ്പോഴും എന്നാണ് പുള്ളി ചേർക്കേണ്ടത്. അത് പുള്ളി ചേർത്തിട്ടില്ല. അതേ പുള്ളിയുടെ തെറ്റുള്ളൂ. പുള്ളി സത്യസന്ധന അത്രയും പറഞ്ഞു അറിഞ്ഞില്ലായിരുന്നു. പിന്നെ അടുത്ത ഡയലോഗ്, കണ്ണനോട് എന്നും ഞാൻ പറയും രാവിലെ ഉച്ചക്കും വൈകുന്നേരം. മറ്റേ ഒരു സിനിമ ചോദിക്കട്ടല്ല, എങ്ങനെയാണ് ഡേറ്റ് മറ്റേ എൻ്റെ അവസരം നീ ഓർപ്പിക്കണമെന്ന് എനിക്ക് പറയണ്ടല്ല, രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ഓർപ്പിച്ചേക്കാന്ന് പറയുന്നത്. അതുപോലെ പുള്ളി രാവിലെ ഉച്ചക്ക് പറയും, കണ്ണന് വേണ്ടിയാണ് ആ അങ്കിൾ അത്രയും പണം മുടക്കിയത്. ഓക്കെ, കണ്ണന് വേണ്ടിയാണ് ആ അങ്കിൾ അത്രയും പണം മുടക്കിയത്. ആ പണം മുടക്കി അങ്കിളിന് വലിയ ബുദ്ധിമുട്ടിലായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ കണ്ണന് വേണ്ടിയാണ് ഞാൻ എപ്പോഴും പറയും. പിന്നെ ഓരോരോ അവസ്ഥകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചോൻ എല്ലാവർക്കും നല്ലത് വരുത്തും. ഒരു കാര്യം ഉറപ്പായി, പുള്ളി 5 പൈസയുടെ ഉപകാരം ചെയ്യില്ലെന്ന് നമുക്ക് എന്ത് ചെയ്ത്. ഞാൻ ഈ 10-15 കൊല്ലം പോയി ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുമ്പോൾ ഞാൻ ഈ എടപ്പള്ളി ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരു വലിയ ബഹളം കേട്ടിട്ടുണ്ട്. ആ ബഹളം കേൾക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുള്ളി വണ്ടിക്ക് പോകുമ്പോ ഒരു കാശ് ചോദിച്ചു, ഒരാൾ പിച്ച ചോദിച്ചു. എന്റെ പൊന്ന് ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞ് വിട്ടാൽ മതി, അയാൾ പൊക്കോളും. ഇയാൾ പറഞ്ഞേ വാന്ന് പറഞ്ഞു. ഈ വണ്ടി ഊട്ടയുടെ അടുത്ത് 10-200 കിലോമീറ്റർ ആ പിച്ചക്കാരൻ ഇയാളുടെ പുറകെ ഓടി അവിടെ ചെന്ന് നിന്നപ്പോ ഇയാള് മറ്റേ ബൈബിളിൽ ഏതോ ചെറിയ ഇതെടുത്ത് കാണിച്ചിട്ട് വെച്ച് പറയണേണ്ട, വരൂ നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം നിങ്ങളെ രക്ഷപ്പെടുത്താൻ. അപ്പൊ അയാൾ പറഞ്ഞ് ഞാൻ ഉച്ചക്കും ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഒരു 10 രൂപ ഉണ്ടെങ്കിൽ തരാൻ നോക്ക്, അല്ലെങ്കിൽ എന്ത് സ്ഥലം വിടുന്ന് പറഞ്ഞു. അപ്പൊ ഇല്ല പ്രാർത്ഥിക്കാം. ഏത് 200 മീറ്റർ ആ പൊരി വെയിലത്തേക്കുള്ള ആളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതിനു ശേഷം ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് അതിന്റെ അർത്ഥമൊന്നും ഒറ്റ കാര്യമുള്ളു, പടച്ചോ നന്നാക്കും, ഞാൻ എന്ത് ചെയ്യൂല. 10 രൂപ കൊടുക്കില്ല. എന്തൊരു ആൾക്കാരാണെന്ന് ആലോചിക്കുക. പിന്നെ കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം വെച്ചിട്ട് ഞാൻ പണ്ട് പറഞ്ഞില്ലേ, മറ്റേ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ ഡയലോഗ്, ഏത് ഒരു സ്ഥലത്ത് മറ്റേ 2020 ലാസ്റ്റത്തെ നടപ്പിൽ നിങ്ങൾ വേണോ, നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ നിൽക്കാൻ പറ്റില്ല, എന്താ എനിക്ക് ശബരിമലക്ക് പോകണം. ശബരിമലയാണോ വലുത്, ഈ സ്ലോ മോഷൻ നടപ്പണോ, എനിക്ക് ശബരിമലയാണ്. വേറെ തമിഴ്നാട്ടിലേക്ക് ചെന്നപ്പോൾ പുള്ളിക്ക് ദീപാവലിയാണ് വലുത്. വേറെ സ്ഥലത്ത് നിന്ന് പുള്ളിക്ക് പൊങ്കലാണ് വലുത്. വേറെ സ്ഥലത്ത് നിന്ന് വിഷുവാണ് വലുത്. ഇനി 2 സ്ഥലത്ത് കൂടി പുള്ളി ഇന്റർവ്യൂ കൊടുക്കാറുണ്ട്. എവിടെയൊക്കെയെന്ന് അറിയാമോ? ഒന്ന് അമേരിക്കയിൽ, അവിടെ ചിലപ്പോൾ പുള്ളി ക്രിസ്മസ് ആവും വലുത്. ജോഷി സാർ ചോദിച്ചു ഏതത് ക്രിസ്മസ് ആണോ വലുത്, ഇതാണ് വലുത് ചോദിച്ചു. അപ്പൊ എനിക്ക് ക്രിസ്മസ് ആണെന്ന് എന്ത് ചെയ്തു. പിന്നെ പുള്ളിയോട് ഞാൻ പറയാ, ഈ വേഷം കെട്ടിന്റെ ഒന്നും ആവശ്യമില്ല.
അവിടെ താൻ ഈ ക്രിസ്മസ് ആണ് വലുതെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ആർക്കും ഒരു പുല്ലും തോന്നാൻ പോണില്ല. ഇനി പുള്ളി ഗൾഫിലോ സൗദി അറേബ്യയിലോ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ബക്രീദാണോ വലുത്, ഇതാണോ വലുതെന്ന് ചോദിക്കുമ്പോൾ പുള്ളി ബക്രീദാണ് വലുത്, അതുകൊണ്ട് ബക്രീദിന് എനിക്ക് വീട്ടിൽ പോയാൽ എന്തൊക്കെ വേഷം സാർ കിട്ടില്ല. ഇതുപോലെ പറഞ്ഞ നുണകളിലൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് അടുത്ത് അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലുണ്ടായി, അതിൽ പറയാൻ ഞാൻ വിട്ടു, ഇതിൽ പറയാതെ തുറന്നപ്പോ ഇയാളോട് സത്യത്തിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പുള്ളി എന്നെ വിളിച്ചിട്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാളെ വിളിച്ചിട്ട് സ്വപ്നത്തിൽ ഞാൻ ജയറാമിനെ കണ്ടു എന്ന് പറഞ്ഞു. ജയറാമിനെ കണ്ടു എന്ന് പറഞ്ഞതിന് ശേഷം ഈ കട്ടളപ്പാളി ഇതൊക്കെ കൂടി പുള്ളി ഇയാളുടെ വീട്ടിൽ കൊണ്ടുവച്ച് പൂജ ചെയ്യുന്നത് നടത്തി. ഇതെല്ലാം നമ്മൾ വിശ്വസിക്കട്ടെ, ഈ പറയുന്ന തള്ളൊക്കെ നമുക്ക് വിശ്വസിക്കാം. എനിക്കൊന്നും അറിയില്ലായിരുന്നു, എനിക്ക് ഇതിനകത്ത് ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയണം. അടുത്ത ഡയലോഗ്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് താങ്കൾ എത്ര രൂപ കൊടുത്തു എന്ന് ചോദിച്ചു. ഒരു 500 രൂപയോ മറ്റോ കൊടുത്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി നുണ പറഞ്ഞ് ഇയാളുടെ വീട് വരെയിലാണെങ്കിലുള്ള പെട്രോൾ കാശ് എത്രയോ, എന്നിട്ട് ഇയാൾ 500 രൂപ കൊടുത്തു. പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ കാണുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ആശാശരത്തിനെ കുറിച്ചുള്ള ഡയലോഗ്. ആശാശരത്ത് പെരുമ്പാവൂരി കൂടി എന്നാണ് സൈക്കിളിലാറ്റ്. എനിക്കറിയില്ല, ദൈവത്തിനറിയാം ആശാശരത്തിന് പോയിട്ടുണ്ടാകും. ഞാൻ പെരുമ്പാവൂര് മുമ്പൊക്കെ ആലോചിക്കും, ഞാൻ പിന്നെ വിട്ടുപോകും. ആശാശരത്തിന് തറവാട്ടിലേക്ക് ചെന്ന് അന്വേഷിക്കണം ശരിക്കും അങ്ങനെ പോയിട്ടുണ്ടാകും. എന്താ സൈക്കിളിൽ പോകുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടി ഞങ്ങൾ പുറകെ കാത്തു നിൽക്കുമായിരുന്നു. പക്ഷെ ആശാശരത്തെ തള്ളിയിട്ടുണ്ട്. ആശാശരത്തൊന്നും എന്ത് ചെയ്തിട്ടില്ല, വെറുതെ ഈ കിട്ടണ സ്ഥലത്ത് വെച്ച് ആളുകൾ അങ്ങോട്ട് സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ ഏതാണ്ട് തമിഴ് സിനിമയുടെ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് പുള്ളി ഇങ്ങനെ എല്ലാവരോടും മറ്റേ കുനിഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ കുനിഞ്ഞ് പുള്ളി മൂക്ക് പൊട്ടിക്കണില്ലെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും കാല് തൊട്ടാൽ പുള്ളി മറ്റേ എല്ലാം ഞങ്ങളെ വളരെ നന്നായി നോക്കിയിട്ടുള്ള മറ്റേ ആൾക്ക്, മറിച്ച ആൾക്ക്, മണ്ണാങ്കട്ട ആൾക്കൊക്കെ വലിയ നന്ദി. വെറും അഭ്യാസമാണ്. പണ്ട് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമയിൽ ഓവർ വിനയം കാണിക്കുന്നവനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അവനൊക്കെ ഭൂലോക തരികിടയിരിക്കും. എനിക്ക് തോന്നുന്ന ഒരാളത് ജയറാമിനെ കുറിച്ച് ആലോചിക്കും. താങ്കളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഉഷാ ഹസീനയുടെ ബ്രദർ ഹസീബ് 2018 കഴിഞ്ഞ് 6 കൊല്ലമായിട്ട് പുള്ളി വിളിച്ചിട്ടില്ല. ആ പുള്ളി പറയണേ രാവിലെ ഉച്ചക്കും വൈകുന്നേരവും പറയും, ഞാൻ പറയും അങ്കിൾ അത്രയും പണം മുടക്കിയത് നിനക്ക് വേണ്ടി ആണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി മറ്റേ തിരിഞ്ഞങ്ങാട് നിൽക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ പുള്ളി മറ്റേ കൊച്ചിൻ കനീഫ മറ്റേ പഞ്ചാബി ഹൗസിൽ ചെയ്ത പോലെ ആയിരിക്കും പുള്ളി പോണ. മണ്ടനും പോയി പൊട്ടനും പോയി ബോട്ട് കിട്ടിയ അയലേസാന്ന് പറയുന്ന പോലെ പറഞ്ഞിട്ടായിരിക്കും പോടാ. ഇവനെ പറ്റിച്ച് ഇതെത്തുന്നു. ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ മനസ്സിലാക്കണം, ഇവരൊക്കെ നല്ല ആക്ടേഴ്സാണ്. അതുകൊണ്ട് ഇവർ വളരെ കഷ്ടപ്പെട്ട്, ശ്രദ്ധിക്കണേ, വളരെ കഷ്ടപ്പെട്ട് നന്മ നിറഞ്ഞവരായി അഭിനയിച്ച് നമ്മളെ പറ്റിക്കും. മേക്ക് ബിലീഫ് എന്ന് മോഹൻലാൽ എപ്പോഴും പറയും, അത് മേക്ക് ബിലീഫാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലോ, മേക്ക് ബിലീഫാണ്. അതായത് അനീതികൾക്കെതിരെ പോരാടുന്നത്. ഇവർ ഏതെങ്കിലും ഒരു അനീതിക്കെതിരെ വാദമൊന്നും സംസാരിച്ചിട്ടുണ്ട്. ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി മറ്റേ ആക്രമിക്കപ്പെട്ടിട്ട് ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ആക്രമിക്കപ്പെട്ടുകൊണ്ടുകൂടി പ്രാർത്ഥിക്കുക, ഇനി ചിലവൊന്നുമില്ലല്ലോ, ചിലവൊന്നും ഇല്ല. മറ്റേ നമ്മുടെ ഇവന് വേണ്ടി എന്ത് ചെയ്യും? അവന് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്യും. ആർക്ക് വേണ്ടി? കുറ്റാരോപിതന് വേണ്ടി. കാരണം എന്താ? അവന്റെ 500 കോടിയുണ്ട്, 600 കോടിയുണ്ട്. അത് മാത്രമല്ല അവനെ കൊണ്ട് പിന്നെ ഗുണമുണ്ട്. പണ്ട് ഞാനൊരു CPM-ന്റെ ലോക്കൽ നേതാവുണ്ട്. അന്ന് അദ്ദേഹം LC സെക്രട്ടറിക്ക്. അപ്പൊ LC സെക്രട്ടറിയുടെ ഒക്കെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പൊ ഞങ്ങളന്ന് വീട്ടിൽ ചെന്നേക്കാണ്. അപ്പൊ വീട്ടിൽ ചെന്നേക്കുമ്പോൾ പുള്ളി പറയുന്ന ഒരു വാചകമുണ്ട്, വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ പറയാം. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. അപ്പൊ പുള്ളി ഒരു ഗ്ലാസ് ചെറിയ പായസമൊക്കെ എടുത്തു. ഭയങ്കര പിശുക്കനാണ് പുള്ളി. ആള് ഇപ്പോഴും ലൈവായിട്ടുള്ള ഒരാളാണ്, വലിയ സമ്പന്നനായിട്ടുള്ള ഒരാളാണ്, ബിസിനസ് ഒക്കെ എടുത്ത് ഇപ്പൊ നല്ല കാശുള്ള ഒരാളാണ്. അപ്പൊ നമ്മളെ ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ പുള്ളിയുടെ ഡയലോഗ് ഉണ്ട്, നമ്മളങ്ങനെ ഈ മറ്റേ വെഡിങ് ആനിവേഴ്സറി ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യത്തിലും പുള്ളി വിശ്വസിക്കുന്നില്ല. ബർത്ത്ഡേ വന്നാൽ പുള്ളി വിശ്വസിക്കില്ല, ഒന്നുമില്ല. കാരണം വെച്ചാൽ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെലവ് ചെയ്യാൻ പറ്റില്ല. അതായത് വെറും 500 രൂപയുടെ കാര്യമുള്ളൂ, 500 രൂപ പോലും പുള്ളിക്ക് ചെലവ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് പുള്ളി ലാസ്റ്റ് കണ്ടുപിടിച്ച വഴി എന്താണെന്ന് അറിയാമോ? പുള്ളി പറയുന്നത്, ഞങ്ങൾ എങ്ങനെയാണോ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചത് അതുപോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, ആഘോഷിക്കും. അപ്പൊ കൂടെ ഉണ്ടായ ഒരു സഖാവ് പുള്ളിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സഖാവ് പുള്ളിനോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗാണ് ഇപ്പോഴും എന്റെ മനസ്സിൽ വരുന്നത്. ഇത്രയും പിശുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആ പുള്ളിയുടെ ആദ്യത്തെ ഡയലോഗ് അതാവുമ്പോ പിന്നെ വേറെ ചെലവൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അടുത്ത ഡയലോഗാ,
പിശുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇത്ര വൃത്തികൾ പറയുന്നിട്ടാണ്. അപ്പൊ പുള്ളിക്കാരുടെ വൈഫ് കേട്ടിട്ടുണ്ട്, വൈഫ് വേദന പുള്ളിനകത്തെ കുളിച്ചിട്ട് ഞാൻ എന്തെങ്കിലും കാശ് തരാം, നിങ്ങളൊന്ന് പോയിട്ട് അവർക്ക് എന്തെങ്കിലും ട്രീറ്റ് ചെയ്തോളൂ. അത് ഒഴിവാക്കാൻ വേണ്ടി പുള്ളിയുടെ ഡയലോഗ് ഏത് ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ച പോലെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആഘോഷിക്കുന്നു. അതിന് താങ്കൾക്ക് മനസ്സിലായല്ലോ, അതിന് പിന്നെ വേറെ എന്ത് ചെയ്യണ്ട, 5ന്റെ പൈസ ചെലവ് വേണ്ടല്ലോ. അതേപോലെയുള്ള പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്, പല അഭ്യാസങ്ങളും ഇറക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ജയറാമിനെ സംബന്ധിച്ച് ജയറാമിന് ഇതിനൊന്നും ആവശ്യമില്ല. ജയറാം വിചാരിക്കുന്നത് മറ്റേ ബക്രീദിന്റെ കാര്യം പറയുമ്പോൾ മുസ്ലിം സമുദായക്കാരും ശബരിമലയുടെ കാര്യം പറയുമ്പോൾ ഹിന്ദു സമുദായക്കാരും, പൊങ്കൽ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടുകാരും ഒക്കെ പുള്ളി. ഇനി അടുത്തൊരു വിറ്റ് കൂടി ഉണ്ട്, അതും കൂടി പറയണം. പുള്ളി ജനിച്ചത് എവിടെയാണ്, പുള്ളിയുടെ മാതൃഭാഷ ഏതാന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്. അതെ, തമിഴ്. ഇപ്പൊ ഏതാന്നറിയാമോ? ഇപ്പൊ പുള്ളി പറയണ തമിഴാണ്. ഇന്നലെ വരെ അത് മലയാളം വരുന്ന പെരുമ്പാവൂരാണ് പുള്ളി താമസിച്ചുകൊണ്ടിരുന്നത്. ഇനി പുള്ളി നമ്മുടെ ഭാഗ്യത്തിന് പുള്ളി ഹീബ്രു ഭാഷയിലോ മറ്റേ ഇംഗ്ലീഷിലോ തെലുങ്കിലോ ഒക്കെ അഭിനയിക്കാതിരുന്നാൽ ആ നാട്ടുകാരുടെ ഭാഗ്യം. കാരണം അവരുടെ ഭാഷ പുള്ളി അടിച്ചു മാറ്റൂല. എന്തൊക്കെ വേഷം കെട്ടാണ് ഇതൊക്കെ. എന്തെങ്കിലും ഒരിക്കലും ഇതൊക്കെ പൊളിഞ്ഞു വീഴുമെന്നുള്ളത് പുള്ളി മനസ്സിലാക്കിയാൽ കൊള്ളാം. പിന്നെ ഞാൻ പറയണത്, ഈ ഉഷ ഹസീബിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പുള്ളി എന്നിട്ട് വേറെ ഡയലോഗ് കൂടി വിട്ടുന്നു, 10 ദിവസം കഴിയുമ്പോൾ ഞാൻ കേരളത്തിൽ വരുന്നുണ്ട്, അന്ന് നമുക്ക് നേരിട്ട് കാണാം. ഈ കൊച്ചി ഖനീഫന്റെ പഞ്ചാബ് ഹൗസിൽ പറയുന്നുണ്ട് 2-ാം തീയതി വരാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹരിശ്രേഷം ചോദിക്കുന്നുണ്ട് ഏത് മാസം എന്ന് ചോദിക്കട്ടെ. ഉടനെ പുള്ളി പറയുന്നുണ്ട് എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എല്ലാ മാസവും 2-ാം തീയതി ഉണ്ട്, പക്ഷെ എല്ലാ മാസവും 10 ദിവസം കഴിഞ്ഞ് എല്ലാ 10 ദിവസം കഴിഞ്ഞും ഡേറ്റ് ഉണ്ട്. ഹസീബ് അതൊന്നും വിചാരിച്ചിരിക്കരുത്. സിനിമയിലും രാഷ്ട്രീയത്തിലൊക്കെ നമുക്ക് വാഗ്ദാനങ്ങൾ വാരിക്കോരി കിട്ടും. ഞാൻ നേരത്തെ എടുത്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, യഥാർത്ഥത്തിൽ ഈ പഞ്ചാബി ഹൗസിലെ ജനാർദ്ദനാണ് നമ്മുടെ പാവം പിടിച്ച ജനങ്ങൾ. ജനാർദ്ദൻ അതിൽ പറയുന്നുണ്ട്, വേറൊരാൾ പറയുന്നുണ്ട്, അയാൾ കരഞ്ഞുകൊണ്ടാണ് പോണത്. ഏത് ബോട്ട് വിട്ടുകൊടുത്തിട്ട് ഉമാരെ പിടിച്ചു വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് പോണെന്ന് പറഞ്ഞപ്പോ ജനാർദ്ദൻ പറഞ്ഞേ, അവൻ കരയട്ടെ, അവൻ കരയണം, എന്നാലേ അവൻ പഠിക്കൂന്ന്. അവനെന്ത് പഠിക്കേ? പുള്ളി ഒന്നും പഠിക്കത്തില്ല. പുള്ളി ഇപ്പോഴും ഈ വേഷം കെട്ടും അഭ്യാസവും കാണിച്ച് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ നേടുന്നു. ഇതിപ്പോ ഒരാളുടെ കാര്യമായിട്ട് പുറത്തു വന്ന, ഇത് മറ്റു നടന്മാരൊന്നും വ്യത്യസ്തരല്ല. ഇപ്പൊ ചിത്ര സിനിമ എടുത്തിട്ടുള്ള മറ്റേ അതിന്റെ അന്ന് മുതലാളിയായിരുന്ന ചിത്ര സിനിമ എടുത്തിട്ടുള്ള നിർമ്മാതാവ് ഒരിക്കൽ മോഹൻലാലിനെ വെറുതെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് പോലും പുള്ളി, നിങ്ങള് ലൈവായി നിൽക്കുന്നുണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യും? രാജസേന്റെ മകളെ പുള്ളി കല്യാണം പോലും, പുള്ളിയുടെ കല്യാണം പോലും മറ്റേ രാജസേനെ വിളിച്ചില്ല. രാജസേന്റെ മകളുടെ കല്യാണം വിളിച്ചിട്ട് പുള്ളി വന്നൂല്ല. സത്യത്തിൽ എനിക്ക് ജയറാമിനോട് പറയാനുള്ളത്, ഈ താങ്കള് പുറമേ കാഴ്ചവെക്കുന്ന അഭിനയത്തിന്റെ 30% വെള്ളിത്തിരയിൽ കാണിച്ചിരുന്നെങ്കിൽ 5 ദേശീയ അവാർഡും 1 ഓസ്കാറും ഇതിനകത്ത് കയറിയത്. പത്മയൊക്കെ കിട്ടിയത്. പത്മയൊക്കെ പണ്ടേ കിട്ടുമല്ലോ, കാരണം ഇവിടെ ആർക്കും വേണമെങ്കിലും പത്മ കിട്ടും. പിന്നെ ഇത് ആദ്യം പറഞ്ഞിട്ടുണ്ടാവുക മറ്റേ പാർവതിയാണ്. കാരണം എന്താ പറയുക, പാർവതിനെ കണ്ട പുള്ളി ആദ്യം തന്നെ തൊഴുതെന്ന് പറഞ്ഞാൽ. കാരണം അന്ന് പാർവതി വലിയ അടിയാണ്. പുള്ളി അപരൻ സിനിമയിലൂടെ പത്മരാജൻ അടുത്ത് വന്നല്ലേ ഉള്ളു, ഇപ്പം തൊഴുന്നതാണ്. പിന്നെ പുള്ളിയുടെ അടുത്തൊരു വിറ്റ് കൂടെ ഇട്ട്, അതും കൂടി അത് കേട്ടപ്പോൾ ഒന്നേ മുതൽ എനിക്ക് ഇയാളെ സംശയമുണ്ട്. അതെന്താണെന്നറിയാം, എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു 5-10 മിനിറ്റ് എടുത്ത് ഞാൻ വന്ന വഴികളെ കുറിച്ചും കഴിഞ്ഞ നാളുകളെ കുറിച്ചും ഒക്കെ ആലോചിച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും കിടക്കും. എന്റെ പൊന്നു പ്രജിത, നമ്മളൊക്കെ കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും പരിചയമൊക്കെ ആയപ്പോ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോഴല്ല പുള്ളിയൊക്കെ എങ്ങനെ കിടക്കണേന്ന് അറിയാമോ? ഇത് പോയിട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന കുപ്പിയുടെ ക്യാപ്പ് പോലും അടക്കാതെയാണ് എന്ത് ചെയ്യുന്നത്. ആ ആള് പറയണ എല്ലാ ദിവസവും ഞാൻ രാത്രി എന്ത് എഴുന്നേറ്റിരുന്ന് 1 മിനിറ്റ് അല്ലേ, ഞാൻ എൻ്റെ പഴയ കാലം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സുഹൃത്തുക്കൾ, ഇവരെല്ലാം ആലോചിച്ച്, അപ്പൊ ഇയാൾ സൗഭാഗ്യത്തിലാണ് കിടക്കും. പക്ഷെ അതിലും മറ്റേ പുള്ളിയില്ല കേട്ടോ, ആര്, നമ്മുടെ ഹസീബില്ല. പഴയ കാലത്ത് ഹസീബിനെ കട്ട് ചെയ്ത്. പക്ഷെ ഇങ്ങനെ ആളുകൾ ആകാൻ പറ്റുന്നതിന് ഞാൻ പുള്ളിയോട് പറയാനുള്ളത്, എനിക്ക് ജയറാമിനോട് വളരെ ഇഷ്ടമാണ്. എനിക്ക് അതായത് പറയാനുള്ളത്, 1 അരമണിക്കൂർ താങ്കളായിട്ട് നിൽക്കുന്ന സമയം ഒരു ദിവസം എന്ത് ചെയ്യണം,
അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ആകെ മാറിപ്പോകും. നമുക്ക് തന്നെ മനസ്സിലാവില്ല ഇത് നമ്മളാരാണ് മറ്റവരാരാണെന്നൊക്കെ എന്ത് ചെയ്യൂല. ഇതുപോലെയാണ് എല്ലാ നടന്മാരും കേട്ടോ. അതുകൊണ്ട് നന്മയുടെ പ്രതിരൂപങ്ങളായിട്ട് നിങ്ങൾ എല്ലാവരെയും കണക്കിലെടുക്കേണ്ട. അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമ കാണുക, 3 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ പോവുക. അല്ലാതെ ഇവരൊക്കെ വളരെ ഉത്തമരായിട്ടുള്ള ആളുകളാണ് എന്ന് പറയുന്ന മണ്ടൻ ധാരണയുള്ള മറ്റേ ജനാർദ്ദനാകാതിരിക്കുക. ഏത് അവനൊക്കെ ഒരു പാഠം പഠിക്കട്ടെ ഏത്, എന്നാലും അവൻ മനസ്സിലാക്കുള്ളൂ. അവൻ സന്തോഷമായിട്ടാ പോടാ. ഈ 2 മണ്ടന്മാരെ ഒഴിവാക്കി ബോട്ടും കിട്ടിയെന്ന് പറഞ്ഞാൽ അവൻ